ഞങ്ങളെ ഒന്ന് തിരിച്ചു വിളിക്കണേന്നാണ് ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില സ്ഥാനികൾ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. സഭാ മാനേജിംഗ് കമ്മിറ്റിയിലും ഭദ്രാസന കൗൺസിലിലും മത്സരിച്ച് ജയിച്ചു വന്ന പാവങ്ങൾക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. അവർ വിശ്വാസികൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റിയില്ല. അതിലൊന്നാമത് ഭദ്രാസന മെത്രോപോലിത്തയെ മാറ്റുമെന്നാണ്. ഭദ്രാസനത്തിലെ പള്ളികളിലെല്ലാം അങ്ങനെ പ്രചരിപ്പിച്ചു. പക്ഷേ എന്തു ചെയ്യാം, ഭോഷന്മാരായവർ പറഞ്ഞപ്പോൾ തന്നെ വിവരമുള്ള വിശ്വാസികൾ പുച്ഛിച്ചു തള്ളി. ഇവർ 4-5 പേര് ചെന്ന് പറഞ്ഞാൽ ഒരു ഭദ്രാസന മെത്രാപോലിത്തയെ മാറ്റാൻ പറ്റുമോ? സഭയുടെ ഭരണഘടന ഒരാവർത്തിയെങ്കിലും വായിക്കണം. സഭയുടെ മുഖമുദ്രയായ 934 ഭരണഘടന ഈ സ്ഥാനികളായി മത്സരിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിരിക്കണമെന്ന് നിബന്ധന അടുത്ത തവണയെങ്കിലും സഭ കൊണ്ടുവരണം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 വർഷമാവുന്നു. ഇതുവരെയും ഒരു കാര്യങ്ങളിലും ഇടപെടാൻ സാധിച്ചില്ല. ആകെക്കൂടി സാധിച്ചത് വലിയ ഗമയിൽ മാനേജിംഗ് കമ്മിറ്റി കൂടുന്നിടത്ത് ചെന്ന് കമ്മിറ്റിയിൽ പങ്കെടുത്ത് വയറ് നിറച്ചും ഊണും കഴിച്ച് ഏമ്പക്കം വിട്ട് തിരിച്ചു പോരുന്നത് മാത്രം. ഇവർ വിജയിച്ച് മാനേജിംഗ് കമ്മിറ്റിയിൽ പോയിട്ട് ഭദ്രാസനത്തിൻ്റെ വികസനത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി എന്ത് ചെയ്തു? വലിയ ആനമുട്ട ചെയ്തു. പിന്നെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുത്തു. ഭദ്രാസനത്തിനെതിരെ തുരങ്കം വയ്ക്കൽ മാത്രം നടന്നു. മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു പ്രാവശ്യം ഭദ്രാസനത്തിനെതിരെ സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടി കേട്ട് അന്ന് അവിടെ നിന്ന് ഓടിയതാ. ആ ഓട്ടം വല്ല ഒളിമ്പിക്സിനും ഓടിയിരുന്നാൽ സമ്മാനമെങ്കിലും കിട്ടിയേനെ. പിന്നെ ഭദ്രാസന കൗൺസിൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് പോലും അവതരിപ്പിക്കാനോ പാസ്സാക്കാനോ സാധിച്ചില്ല. എന്നും കൊടിപിടുത്തവും സമരവും പരാതിയും പരുവവുമായി നടക്കുന്നു. ഭദ്രാസനത്തിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, കണക്കുകൾ നോക്കുന്നില്ല. പള്ളികൾ ഓരോരോ ആവശ്യങ്ങളുമായി വരുമ്പോൾ അവരെ കാണാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ എന്തിനാ ഒരു സെക്രട്ടറി എന്നാണ് പള്ളിക്കാർ പോലും ചോദിക്കുന്നത്. കൗൺസിൽ അംഗങ്ങൾ സെക്രട്ടറിയെ പോലെയാണ്, ഒരു കാര്യത്തിലും സഹകരിക്കില്ല. മൊത്തത്തിൽ ഭദ്രാസനത്തെ മുടിപ്പിക്കുന്ന മുടിയന്മാരായി തീർന്നു ഇവർ. ഭദ്രാസനത്തിന്റെ വികസനത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഇവരെ കൊണ്ട് എന്ത് നേട്ടം? ഭദ്രാസനത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ മാർഗ തടസ്സമുണ്ടാക്കിയിട്ട് മെത്രാപ്പോലിത്ത ഒന്നും നടത്തില്ലെന്ന് പരാതി പറഞ്ഞു നടക്കുന്നു. ഒരു ഭദ്രാസന കൗൺസിൽ അംഗം പാളയം പള്ളി കൈക്കാരനാണ്. കാതോലിക്ക ബാവയ്ക്കെതിരെ വരെ കോടതിയിൽ കേസ് കൊടുത്തിട്ട് നടക്കുന്നു. 2 6 കേസുകളാണ് വിവിധ കോടതികളിൽ കൊടുത്തിരിക്കുന്നത്. അയാളെ കൊണ്ട് കൊടുപ്പിച്ചതോ കൗൺസിലിലെയും മാനേജിംഗ് കമ്മിറ്റിയിലെയും പുങ്കവന്മാരും. എന്നിട്ട് ദേവലോകത്ത് ചെന്ന് ബാവായുടെ മുൻപിൽ ഒന്നും അറിയാത്തവരെ പോലെ നാടകം കളിക്കും. ഇരുതലയ്ക്കും ചൂട്ടുപിടിക്കുന്ന ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഇരയ്ക്കൊപ്പവും ഓടുന്ന വിദ്വാൻമാരാണ്. അതുകൊണ്ടാണ് ഇവർ തന്നെ തീരുമാനിച്ചത് രാജിവെക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയോ ചെയ്യണമെന്ന്. കഴിവില്ലാത്തവർ ഇതിനൊന്നും കയറി നിൽക്കരുത്, ശാപം കിട്ടും.